ആധാരക്കുട്ടോ ചേട്ടൻ അച്ഛന്റെ ട്രക്കിന്റെ പെട്ടിന്ന് അടിച്ചു മാറ്റിയ ആധാരക്കുട്ടോ ചേട്ടന്റെ അച്ഛന്റെ പെട്ടിന്ന് അടിച്ചു മാറ്റിയ ആധാരക്കുട്ടോ ഇന്നൊരു രജിസ്ട്രാർ അങ്കിള് വരും അപ്പം നിന്നെ ഞങ്ങള് സ്വന്തമാക്കും എന്ന് ഇത് കണ്ടോ ഇഞ്ചി അച്ചാറ് സാമ്പാറ് നാരങ്ങ ഇതൊക്കെ ആർക്ക് വേണ്ടിയാ നിനക്ക് വേണ്ടിയാ എന്നിട്ട് നിന്നിലുള്ളത് ഞങ്ങൾക്ക് വേണ്ടിയാ അച്ഛനെ തലോടിക്കുന്ന എടുത്ത് കുളിപ്പിക്കരുതേ. അയ്യ എനിക്കറിയാം എന്തോ ചെയ്യണം എന്തോ ചെയ്യണ്ടെന്ന് വൃത്തിയായിട്ട് അറിയാം കേട്ടോ. അന്നാലും നീ എങ്ങനെ ഒപ്പിച്ചെടുത്തോടി ഇത് എങ്ങനെ കണ്ടുപിടിച്ചത്? ടൈറ്റാനിക് കപ്പല് കടലിന്റെ അടിത്തട്ടിലുണ്ടെന്ന് കണ്ടുപിടിച്ചതേ ഞാനാ. പിന്നെ നിങ്ങൾ അച്ഛന്റെ മടിത്തട്ടിരിക്കുന്ന ഒരു ആധാരം വേണ്ടായിരുന്നു. എന്തുവാ അങ്ങനെ അടിച്ചു മാറ്റണ്ടായിരുന്നു. പിന്നെ അടിച്ചു മാറ്റാതെ അല്ല അച്ഛന്റെ കാലശേഷമേ നമുക്ക് കിട്ടിയതായിരുന്നല്ലോ. അച്ഛന്റെ കാലശേഷം കഴിഞ്ഞിടയ്ക്ക് അച്ഛൻ എന്തോ പറഞ്ഞെന്നറിയാവോ? അടുത്ത ആഴ്ച മുതൽ അച്ഛൻ ജിമ്മിന് പോവാന്ന്. എന്തിന്? നിങ്ങൾ എന്നോട് കിടന്ന് ചാടിയിട്ട് കാര്യമില്ല, ഇതെല്ലാം അച്ഛനോട് എന്ന് പറയണം. അച്ഛന്റെ മുഖത്ത് നോക്കി എനിക്ക് പറയാൻ തോന്നുന്നില്ലേ? പേടിയാണോ? എനിക്ക് ചിരി വരും. എന്തുവാ? അച്ഛന്റെ പുരിക കാണാൻ അറിയാൻ മേത്തൊരു മുറുക്കൊട്ടാക്കി വെച്ച പോലെ. ആ മുറുക്കിന്റെ ഈ പഴംപൊരി ആലോചിച്ച് വേണം. അതെ, പെങ്ങയുടെ പേരിലെ വസ്തു എന്റെ കയ്യിലാക്കി കഴിഞ്ഞാലേ ഞാൻ ഒരു കാര്യം ചെയ്യും. പെങ്ങൾക്ക് കൊടുക്കാനില്ലല്ലോ, പെങ്ങൾക്കെല്ലാം കൊടുത്തിട്ടില്ലേ പറഞ്ഞു വിട്ടത്? അവരിങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു എന്തോന്നറിയാം അവർക്കും കൂടെ വേണമെന്ന്. അവർക്ക് ഇങ്ങനെ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, പെങ്ങൾക്കെല്ലാം കൊടുത്തിട്ട് അങ്ങോട്ട് വിട്ടത്. അളിയന ഗൾഫിൽ നല്ല പണിയുണ്ട്, 2 പിള്ളേരുണ്ട്, ഭയങ്കര കാശുകാരാ, വണ്ടിയുണ്ട്, വള്ളമുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഇതിനെ പെങ്ങൾക്ക് കൊടുക്കുന്നത്? ഒറ്റയ്ക്ക് ആരോടാ ഈ ദേഷ്യപ്പെടുന്നത്? എന്നോട് പറയാൻ പറ്റുമോ? നീ എന്നെ അടിച്ചു കൊല്ലത്തില്ലയോ? അതെ അതെ അതെ, പേരിലായി കഴിഞ്ഞു കഴിഞ്ഞാലേ ഞാൻ ഈ വീടും വസ്തു ഒക്കെ അങ്ങ് വിൽക്കും. എന്നിട്ട് ഞാൻ എറണാകുളത്ത് പോകും. എറണാകുളത്തോ? പോവും. അച്ഛൻ ഇവിടെ നിന്ന് എറണാകുളത്തൊന്നും വരത്തില്ല. എന്റെ പൊന്നു മനുഷ്യ, പിള്ളേർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണോ? അങ്ങനാന്നുണ്ടെങ്കിൽ എറണാകുളത്ത് തന്നെ വിട്ടു പഠിക്കണം. നല്ല നഗരമാണ്. നിങ്ങൾ ഒറ്റൊരാള് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ വക സാധനങ്ങളെല്ലാം വെച്ചുണ്ടാക്കിയേക്കുന്നത്. സാറ് വന്നു കഴിഞ്ഞാലേ നമ്മുടെ പേരിലാക്കും. പിന്നെ സാറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാറിന് ആഹാരത്തിനോട് ഭയങ്കര ഭ്രമമാണ്. അതുകൊണ്ട് ഈ ആഹാരം കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പെങ്ങളുടെ പേര് വെട്ടിയങ്ങ് കളയാൻ സാറ് വന്നു കഴിഞ്ഞാൽ കാര്യസാധനത്തിന് വേണ്ടിയിട്ടാ ഈ സദ്യ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അയാൾ ചെയ്യുമോ അത്? എടി ഞാൻ സാറിനോട് പറഞ്ഞത് എന്റെ ഭാര്യയുടെ ബർത്ത്ഡേ ആണ്, സാർ ഇവിടെ വരെ വരണം, എന്നിട്ട് ആഹാരം കഴിച്ചിട്ടൊക്കെ സന്തോഷമായിട്ട് പോകാന്ന് പറഞ്ഞു. അങ്ങനെ സാർ ഇവിടെ വന്ന് വരുമ്പോൾ നമ്മൾ ഈ ആധാരം കൊടുക്കും, ഇതിനകത്ത് പെങ്ങളുടെ പേര് വെട്ടി മാറ്റും സാറ്. ഈ പുള്ളിക്കാരൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈക്കൂലി വാങ്ങിക്കത്തില്ല. അവിടെ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തോ ലുക്ക് കരസമാക്കി കൈക്കത്തങ്ങ് ആക്കും. അങ്ങനെ സമ്പാദിച്ചു വെച്ചാൽ അങ്ങനെ പേരെന്താ അറിയാമോ? പീതാംബരൻ. ജോണേ, നമുക്കേ സംഭവം നമ്മുടെ ഒരു വാഴക്കപ്പത്തിന് വേണ്ടി ജോലി രാജിവെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എങ്ങനെ ഇത് ലെറ്ററിൽ എഴുതും? റിസൈൻ ലെറ്ററിൽ എഴുതും? ഞാൻ ഒന്നാമത്തെ കാര്യം റവന്യൂ മന്ത്രി ഈ ടൗൺ ഹാളിൽ വന്നിരുന്നു. അപ്പോൾ ഓഫീസിൽ നിന്ന് ഒരാൾ വേണ്ടേ ഓഫീസിൽ നിന്ന്? അത് ആദ്യം മനസ്സിലാക്കാത്തത്. എല്ലാരും അവരുടേതായ കാര്യം നോക്കിക്കഴിഞ്ഞാല് വയ്യ സ്വിച്ച് ഓഫ് ആയിരുന്നോ? സംസാരിച്ച് എന്തോ താമസിച്ചത്. ഈ ടൗൺ ഹാളിൽ റവന്യൂ മന്ത്രി വന്നായിരുന്നേ. എന്തിനായിരുന്നു? പുള്ളിയുടെ മിമിക്രി ഉണ്ടായിരുന്നു. ഞാൻ അതിന്റെ ആളാ ഞാൻ. എങ്ങനെ കത്തി കയറിയ പരിപാടി? എന്താ പരിപാടി? കത്തി കയറിയോ? ഗോപി, നീ വണ്ടി ഓട്ടിക്കുമ്പോ ഞാൻ സൈഡിൽ ഇരുന്ന് നിന്റെ കാലി ചവിട്ടുന്ന ബ്രേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണെന്നറിയോ? എന്തിനായിരുന്നു? ഇതുപോലുള്ള കത്തിക്കയറുന്ന ചോദ്യം ചോദിച്ചു നീ തെറ്റിക്കുന്നു. എവിടെയെങ്കിലും കൊണ്ട് എന്റെ വണ്ടി ഇടിച്ച് കയറ്റും. അത് ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ. സാറിന്റെ വീട്ടല്ല, ഞങ്ങളുടെ ചെറിയ വീടാണെന്നും വിചാരിക്കരുത്. വിചാരിക്കാൻ എന്തോന്ന്? ഒരു കാര്യം ചെയ്യ്, രണ്ടുപേരും കൂടെ ലെൻസ് ഉണ്ടെങ്കിൽ ഇതുകൊണ്ട് അങ്ങ് താഴെ പോയി ഇങ്ങോട്ട് നോക്കും. അപ്പൊ വീട് വലുതായി കാണാൻ പറ്റും. എല്ലാ വീട്ടിൽ ചെല്ലുമ്പോഴും ഇതാണ് ചെറിയ വീടാണെന്ന് പറയാം. അത് പോട്ടെ സാറേ, ഇതൊക്കെ കേട്ടോ സാറിന് വേണ്ടി ആണല്ലേ? കാളൻ, വൗളൻ, തോരൻ, പച്ചടി, കിച്ചടി, അച്ചടി, ഇതെല്ലാം സാധനം സാറിന് വേണ്ടി ഉണ്ടാക്കി വെച്ചു. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. സാറേ, ഇതാ സുമ. ടാറ്റാ സുമ അല്ല, ഇതാ സുമ, എന്റെ ഭാര്യ സുമ. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. ഇതൊക്കെ സാറിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരുന്നു. അവിയലിഞ്ഞട്ടെ? അവിയൽ കൊടുക്കണേ സാറിന്. ജൈവവളത്തിലുണ്ടാക്കിയ സംഭവം ആണല്ലേ? കൈയുണ്ടോ അവിടെ? ഓ കേട്ടോ. കൈപ്പുണ്യ. ഹാപ്പി ബർത്ത്ഡേ. പച്ചടി ഹാപ്പി ബർത്ത്ഡേ. പച്ചടി ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ചിടിച്ചക്ക നോക്കട്ടെ. ചിടിച്ചക്ക എല്ലാം വെച്ചേക്കുമല്ലേ? ചിടിച്ചക്ക അപ്പൊ ഇനിയിപ്പോ നമുക്ക് എങ്ങനെ ഒന്ന് കഴിക്കാനായിട്ട് ഇരിക്കാം? അല്ല ഗോപി, കഴിക്കാനിരിക്കാം. കഴിക്കാനല്ലേ സാറേ?
ഇത് ഞങ്ങളുടെ അച്ഛന്റെ പ്രമാണമാണ്. ഇതിനകത്ത് ചേട്ടന്റെ പെങ്ങടെ പേരുണ്ട്, അതൊന്ന് മാറ്റിയിട്ട് ഞങ്ങളുടെ പേര് മാത്രം ഒരു ഇതാക്കി തരണം. അത് അപ്പൊ ബർത്ത്ഡേ എന്ന് പറഞ്ഞ് ഗോപി വിളിച്ചോ ഇതിനൊക്കെയാ? സാറ് ഇത് വന്നിട്ട് അപ്പൊ ഓക്കെ. അപ്പൊ അച്ഛന്റെ പേര് എന്തോ പറഞ്ഞേ? കൊച്ചുകുട്ടി ചാത്തൂട്ടി. അതിനാ കൊച്ചു വീട്ടിലിട്ട് ചാന്ത് കൂട്ടണത്? ചാണകമായി പൊത്തിക്കൂടെ കൊച്ചു വീടൊക്കെ ആണെങ്കിൽ പേരേതാണോ? ചാത്തൂട്ടി അല്ലേ? ചാത്തൂട്ടി. ഓ കൊച്ചുകുട്ടി ചാത്തൂട്ടി. ഓക്കെ. മകന്റെ പേര് മകന്റെ ഗോപി അല്ലേ? ഗോപി. 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 മൊത്തം 21 സെന്റ് അല്ലേ? 21 സെന്റ്. ഓക്കെ. പിന്നെ ഒരു പെങ്ങളുണ്ടല്ലേ? പെങ്ങളെ പേരെന്താ? ഗോപിക. 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 അവക്ക് കൊടുക്കേണ്ട കാര്യമില്ല, അതങ്ങ് വെട്ടി കളഞ്ഞാൽ മതി. ആ പേര് ഗോപിയുടെ പേര് സാറങ്ങ് വെട്ടി എങ്ങളാണ്. നാരങ്ങ തരാം ഉണ്ട്. ആണല്ലേ? ചുറ്റുവട്ടത്തെ ആൾക്കാരെ കൊണ്ട് ഭയങ്കര ശല്യം കേട്ടോ സാറേ. ആണല്ലേ? ഈ അയലോക്കൊക്കെ എങ്ങനെ ആരൊക്കെയാ ഉള്ളേ? ഇപ്പൊ അവിടെ ആരും ഇല്ല, എല്ലാരും പൂട്ടിക്കൊണ്ട് പോയി. അത് അതെന്താ നിങ്ങൾ ഇങ്ങനെ കിടന്ന് വെള്ളം വെക്കുന്നുണ്ടാണോ എല്ലാവരും കൂട്ടിക്കൊണ്ട് പോയി? ഓക്കെ. അപ്പൊ സന്തോഷാരാ? ആർക്കാ സന്തോഷമില്ലാത്ത? അതല്ലാന്ന് ഇതിലൊരു സന്തോഷം ഉണ്ടല്ലോ. സന്തോഷം എന്ന് പറഞ്ഞ ഒരാളുണ്ട്. സന്തോഷമില്ല സാറേ. അയ്യോ, ഒരാളും കൂടെ ഉണ്ട് കേട്ടോ ഇതിന് അവകാശി. ഈ വസ്തുവിന് അവകാശിയായിട്ട് ഒരാളും കൂടെ പേരുണ്ട്. സന്തോഷ് എന്ന് പറയുന്ന ഒരാളാണ്. സന്തോഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരല്ല അച്ഛന് മകനായിട്ടുള്ളത്. പിന്നെ സന്തോഷം തോന്നിയ ഒരാളും കൂടെ ഉണ്ട്. അനാവശ്യം പറയല്ലോ. എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഉണ്ടായി തന്നെ സാറ് മനസ്സ് വെച്ചതൊന്ന് വെട്ടിക്കളഞ്ഞു. അയ്യോ, അങ്ങനെ വെട്ടിക്കളയത്തില്ല. ഇത് ലീഗലായിട്ട് പോകണം, പോകേണ്ട കാര്യങ്ങൾ പോകണം. അങ്ങനെ വെട്ടിക്കളയാൻ പറ്റും. അങ്ങനെ കാര്യങ്ങൾ കൊള്ളാം. സന്തോഷം എന്ന് പറഞ്ഞ മോനില്ല സാറേ. അയ്യോ, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹത്തിന് ഒരു മകനുണ്ട് സന്തോഷം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനും കൂടെ അവകാശപ്പെട്ടാണ് ഈ വസ്തു. അങ്ങനെ കൊടുത്തെങ്കിലേ പറ്റുള്ളൂ. സാറ് കാര്യം ചെയ്യാം, സന്തോഷിനെ വെട്ടിക്കളയാം. അങ്ങനെ വെട്ടിക്കളയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞില്ല. ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നോക്കാൻ പറ്റുള്ളൂ. അല്ല സാറേ, എനിക്ക് വേണ്ടി ഒരു ഉപകാരമില്ല സാറേ. നിങ്ങൾ ഇത് പിടിക്കുക. വാ, നമുക്ക് ഭക്ഷണം കഴിക്കാൻ നോക്കാം. ഭക്ഷണം കഴിക്കാൻ സന്തോഷിനെ ഒന്ന് വെട്ടിക്കളഞ്ഞിട്ട് സന്തോഷിനെയൊക്കെ പിന്നെ വെട്ടിക്കളയാന്ന്. സന്തോഷം എന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ നിങ്ങൾ അച്ഛൻ്റെ അടുത്ത് പറയണേ ഇതൊക്കെ വെട്ടിക്കളയെ? അതല്ലെന്ന്. പിന്നെ സന്തോഷം ഒന്ന് സാറൊന്ന് സഹായിക്കാം. എന്റെ സാറിന്റെ ഡ്രൈവർ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാന്നേ. എന്താ ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം? എവിടുന്ന് ഭക്ഷണം കഴിച്ചാനെ? എവിടുന്ന് ഭക്ഷണം കഴിച്ചാനെ കണ്ട? നിങ്ങളല്ലേ പറഞ്ഞ ഭക്ഷണം കഴിക്കാൻ വരുന്ന ചേട്ടാ പറയല്ലേ. ചേട്ടനെ കഴിച്ചില്ലെങ്കിൽ ഗ്യാസ് കയറും, അതുകൊണ്ട്. ഓ, ഇയാളെന്താ നോക്കി നിൽക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞത് ഭക്ഷണം കഴിക്കുക, നിങ്ങൾ കഴിക്കാൻ. സന്തോഷിനെ ഞാൻ കഴിക്കില്ല. സന്തോഷിനെ കളയാൻ വയ്യ. സന്തോഷിനെ കളയാൻ പറ്റുമോ? സന്തോഷിനെ വെട്ടി കളയാൻ പറ്റാത്ത സന്തോഷം അത് ലീഗലല്ലേ? അത് അങ്ങനെ കളയാൻ പറ്റും. ഇയാൾ ലീഗൽ ഉണ്ടാക്കണ്ട. പോ, ഇയാൾ ലീഗൽ ഉണ്ടാക്കാൻ പറ്റുന്നത്. നിങ്ങളല്ലേ പറഞ്ഞ ബർത്ത്ഡേ ആണ് ഭക്ഷണം കഴിക്കാൻ വരുന്നതെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് നിങ്ങൾ വിളിച്ചു? ബർത്ത്ഡേക്കൊന്നും അല്ല, ഞങ്ങൾ ഇതിന് വേണ്ടി പറഞ്ഞത്. ഒരിക്കലും ഞാൻ വിളമ്പി കൊടുക്കാൻ. വെച്ചുണ്ടാക്കാൻ അറിയാം, എനിക്കറിയാം. വിളമ്പ ഇയാൾ കൂടുതൽ വിളമ്പണ്ട. നിങ്ങളെ എങ്ങ് ഇടിക്കാതെ കൊണ്ട് നടക്കുന്നതിന് ഉപകാരം ചെയ്യാൻ വേണ്ടിയാ പറഞ്ഞത്. അവിയിലെങ്കിലും തരാൻ പറ്റും. കൊടുക്കട്ടെ. വെള്ളം ഒഴിക്കട്ടെ. വെള്ളം. അച്ഛന്റെ ഫോട്ടോ അല്ലേ ഇരിപ്പുണ്ട? എന്താ നക്കി തിന്നാനാണോ? അതല്ല, അച്ഛന്റെ ഫോട്ടോ ഇരിപ്പുണ്ട. എന്താ കാണണമെന്ന് കണ്ടിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. എടുത്തോണ്ട് കൊടുക്കട്ടെ. ഇനി മാറ്റി വല്ലതും എഴുതാനാണെങ്കിലോ? അതുകൊണ്ട് തന്നാൽ സന്തോഷിനെ മാറ്റി തരാൻ പറ്റുമോ? നോക്കാം നമുക്ക്. ഇത് വെപ്രാളം പിടിച്ചാൽ എങ്ങനെ? എല്ലാത്തിനും ഓരോ കാര്യങ്ങളില്ല. ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചിട്ട് സന്തോഷിനെ മാറ്റണം. കൊതിയം തന്നെ. ഇതാരാ മൊന്തയിൽ കപ്പലിന്റെ ഇട്ട എടുത്തിട്ട് പടം ഇട്ടെ? അതല്ല, ഞങ്ങളുടെ മുറുക്കാൻ മുറുക്കുന്നത് ചിരിച്ചോട്ടിരിക്കുന്ന ഫോട്ടോ. ഇതാണ് അച്ഛൻ. അത് ഞാനൊന്നും തരത്തില്ല. എണീക്കാനല്ല, ഈ കക്ഷി നിങ്ങളുടെ അച്ഛൻ എന്നല്ലേ പറഞ്ഞു? എന്റെ അച്ഛനാ ചാത്തൂട്ടി. ഗോപി, സത്യം പറഞ്ഞ നീ എന്റെ അനിയനാണ്ട. എന്നാ ഇതെന്റെ പപ്പയാണ്. ഇതെന്റെ പപ്പയാണ്. സത്യം, സത്യം. നമ്മൾ സത്യം പഴയ മലയാള സിനിമയില്ലേ അതുപോലെ ഒരു ഓഫീസിൽ ജോലിക്ക് വന്ന അനിയൻ ചേട്ടനുമാണ് നമ്മൾ രണ്ടുപേരും. സത്യം. എന്റെ ചേട്ടനാണ് സാറ്. മാസത്തിൽ ഒരു ദിവസം ഒരൊറ്റ പോക്കായിരുന്നു. ഇങ്ങോട്ടാണ് വന്നോണ്ടിരുന്നത്. ഇവിടുന്ന് പോ, ആഴ്ചയില് അങ്ങോട്ടാണ് വന്നത്. അങ്ങോട്ടാ വന്നു. ചേട്ടാ, ചേട്ടന് താടിയില്ല, പുള്ളിക്ക് താടിയുണ്ട്. ഇത്രയും നാൾ ഞാൻ ഡ്രൈവറായിട്ടും കൂടെ എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ചുമ്മാ എനിക്ക് പഠിത്തമില്ലാതെ ചേട്ടാ. കുഴപ്പമില്ല, നീ പഠിക്കാത്ത. കൊടുക്കണി ആഹാരം കൊടുക്ക. എനിക്ക് വേണ്ടപ്പോ വേണ്ട. ഞങ്ങൾ പറയാം കഴിക്കാന്ന് പറഞ്ഞു. വേണ്ടെന്ന്. കഴിക്ക്. വിളമ്പടി അണ്ണനും കൊടുക്കടി. എന്നാലും എന്റെ അച്ഛന്റെ ഫോട്ടോ കാണാൻ പറ്റും. കൊടുക്ക. അച്ഛോ, അച്ഛനെ കിട്ടിയ സ്ഥിതിക്ക് കൈ കഴിവില്ലെങ്കിലും കുഴപ്പമില്ല. വേണ്ട, കുഴപ്പമില്ല, ഞാൻ കഴിച്ചോളാം. ഒന്നും പറയണ്ടല്ലോ. അച്ഛന്റെ സ്വഭാവം എന്ന് പറഞ്ഞ ഇതുപോലെ തങ്കപ്പെട്ട ഒരു സ്വഭാവമുള്ള എന്റെ അപ്പ.
ചമ്മന്തി എന്ത് രസമായിരുന്നറിയാം ജീവിതത്തിൽ നമ്മൾ സത്യം കേട്ടോ. അപ്പൊ അങ്ങോട്ട് വന്നിട്ട് എനിക്ക് വാങ്ങിച്ചു തരുമായിരുന്നു അവിടെ. ഇഷ്ടംപോലെ സാധനങ്ങൾ മേടിച്ചോണ്ട് പുള്ളി ഒരു വരവുണ്ട്. ഞാനാണെങ്കിൽ കുറേശ്ശേ കഴിക്കൂ. ഞാൻ അറിഞ്ഞേ പക്ഷെ എന്താ മനസ്സിൽ വെച്ചേക്കല്ലേ കേട്ടോ. ഒരു പ്രശ്നമല്ല. ഞാൻ അറിയാതെ പറഞ്ഞു കേട്ടോ. കുഴപ്പമില്ല. പോടാന്നൊക്കെ ഒരിക്കലും വിളിക്കത്തില്ല. വിളിക്കണ്ട. എനിക്ക് ജോലി തരണേ അവിടുത്തെ കെട്ടി തരണേ അവിടെ കേട്ടോ. സന്തോഷം കേട്ടോ. സന്തോഷം. സന്തോഷം. അല്ല അപ്പൊ എങ്ങനെ അവകാശം നിങ്ങൾ തുല്യമായിട്ട് വീതിച്ചെടുക്കുവാണോ അതോ ചേട്ടന്റെ പേരിലോട്ടോ എന്റെ പേരിലോട്ടോ ആക്കി തരുവാണോ? അല്ല ഇപ്പൊ പറഞ്ഞില്ലേ അച്ഛന്റെ അച്ഛന്റെ മോനെ ആ ആര്? അച്ഛന്റെ നിങ്ങൾക്ക് എന്തായിരുന്നു സംഭവം? നിങ്ങൾക്ക് ഇവിടെ എന്താ വേണ്ടായിരുന്നു? ആധാരം ഞങ്ങളുടെ പേരിലേക്ക് ആക്കി തരണമായിരുന്നു. എനിക്ക് വേണ്ട എന്താന്നറിയാ, നല്ല ആഹാരം. അത് കിട്ടി. താങ്ക് യു. കാണാം. ഒന്നും മിണ്ടാനില്ലയോ? വാങ്ങി തുറന്നിങ്ങനെ അങ്ങ് നിന്നോ അങ്ങ്.